ഞാൻ ഇവരുടെ സീൻ എന്ന് പറഞ്ഞാൽ എനിക്കിവൻ മറ്റേ തല്ലുപിടിക്കുമ്പോൾ നമുക്കൊരു കൺട്രോൾ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സാധനങ്ങൾ സംസാരിക്കും. പക്ഷെ ഇതൊക്കെ ഉള്ളവരും നമ്മക്കത്ത് അടക്കി പിടിച്ച് പറയേണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഉള്ളത് നമുക്ക് തോന്നലാണോ? ഇല്ല, അതൊന്നുമില്ല. തോന്നണല്ല, എനിക്ക് വ്യക്തമായിട്ടുള്ള കാരണമാണ് ഞാൻ പറയണ. ആരിനും ഒന്നിച്ചുള്ള ആ ലവ് സ്ട്രാറ്റജി ഉണ്ടല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരേ ബെഡ്, പുതുപ്പിന്റെ ഉള്ളിലുള്ള ആ രഹസ്യങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞു. ആ ഗെയിം ഒക്കെ അങ്ങ് അവസാനിച്ചു ജിസേലിന്റെ. അപ്പോൾ നെക്സ്റ്റ് എന്ത് ഗെയിം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ജിസേല്. പക്ഷേ ഗെയിം ഒന്നും കളിക്കാനായിട്ട് അറിയുന്നില്ല, അവസാനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ജിസേൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷം ചീറ്റുന്ന പരിപാടിയാണ്. അവിടെ തമ്മിലടിപ്പിക്കുക, ആളുകളെ തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയാണ് ജിസേൽ ഇപ്പൊ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയോ? സംഭവം എന്താണെന്നല്ലേ കാര്യം പറയാം. എപ്പിസോഡിൽ ഇത് മുഴുവനായിട്ട് കാണിച്ചിരുന്നില്ല. ലൈവ് കണ്ടവർക്കേ കൃത്യമായിട്ട് കാര്യം മനസ്സിലാവുള്ളൂ. എപ്പിസോഡ് കണ്ടവർക്ക് അക്ബർ എന്തോ കാര്യമായിട്ടുള്ള തെറ്റെന്തോ ചെയ്തു എന്നാണ് തോന്നിയിട്ടുണ്ടായിരിക്കാം. അക്ബർ പറയുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇക്കാര്യത്തിൽ അക്ബർ തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അക്ബറിന്റെ ഭാഗത്താണ് ന്യായം എന്നുള്ളതുകൊണ്ടാണ് എനിക്കിത് കൃത്യമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം വരുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം മട്ടന്റെ പേരിൽ ഒരു വഴക്കുണ്ടായി. അപ്പോൾ ആര്യനും ഒനീലും തമ്മിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ ഉഗ്രം വഴക്ക് നടന്നു. വഴക്കിന്റെ അവസാനം ഒനീൽ അവിടെ പറയുന്നുണ്ട്, നിനക്ക് എന്ത് ഗെയിമാണ് അവിടെ ഉള്ളത്, നീ ഇവിടെ എന്ത് ഗെയിമാണ് കളിച്ചിട്ടുള്ളത്, നീ കളിച്ച ഗെയിം എന്താണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്, അതിനെക്കുറിച്ച് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒനീൽ അവിടെ സംസാരിക്കുന്ന സമയത്ത് അക്ബർ അതിനെ എതിർത്തു. ആ വർത്താനം പറയല്ല, അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യമല്ല ഒനീല്, ആ ടോപ്പിക് വീണ്ടും എടുത്തിടല്ലേ എന്ന് അക്ബർ അവിടെ പറഞ്ഞു. അതിനുശേഷം ആര്യൻ കരഞ്ഞുകൊണ്ട് അക്ബറിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. കരഞ്ഞു ആര്യൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒനിയില് ആര്യനെ കരയിപ്പിച്ചു എന്ന് തന്നെ പറയാം. അക്ബറിന്റെ അടുത്ത് വിഷമിച്ച് പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ ബെഡ് മാറി കിടക്കാൻ പോവാണ്, ഇത് ശരിയാവും തോന്നുന്നില്ല എന്നൊക്കെ ആര്യൻ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പേരൻസ് വന്നു കഴിഞ്ഞ സമയത്ത് അവിടെ പേരൻസ് ഈ പറയുന്ന ആര്യന്റെ അടുത്തും പറഞ്ഞു, ജിസേലിന്റെ അടുത്തും പറഞ്ഞു ബെഡ് മാറി കിടക്കണം എന്നുള്ള കാര്യം. അവര് പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ പോലും രണ്ട് ഫാമിലിയിൽ നിന്നും മദേഴ്സ് വന്ന സമയത്ത് രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണ് ബെഡ് മാറി കിടക്കൂ എന്നുള്ളൊരു കാര്യം. പിന്നെ ജിസേലിന്റെ മമ്മി ജിസേലിന്റെ അടുത്ത് പറയണ്ടായിരുന്നു, നിനക്കെന്താ ബാത്റൂം കഴുകാനായിട്ട് അറിയില്ലേ, നിനക്കെന്താ നിന്റെ സ്വന്തം ഡ്രസ്സ് കഴുകാനായിട്ട് അറിയില്ലേ എന്നൊക്കെ മമ്മി ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വക കാര്യങ്ങളൊന്നും തന്നെ ആര്യന്റെ മമ്മിയോട് ചോദിച്ചില്ലെങ്കിൽ പോലും പ്ലേ ഇൻഡിവിജ്വലി എന്നൊരു കാര്യം ആര്യന്റെ മമ്മിയോട് പറഞ്ഞു. അതിനുശേഷം രണ്ടുപേരും ബെഡ് മാറി കിടക്കാനൊക്കെ തീരുമാനിച്ചു. അന്ന് രാത്രിയാണ് അക്ബർ, അതായത് കഴിഞ്ഞ ദിവസം രാത്രി അക്ബർ ജിസേലിന്റെ അടുത്ത് സംസാരിക്കുന്നത് നമുക്ക് എപ്പിസോഡിൽ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ജിസേൽ പറയുന്നുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല, ഈ പ്രശ്നമൊക്കെ ഇവിടെ അവസാനിച്ചു, ഞങ്ങൾ രണ്ടുപേരും ബെഡ് മാറി കിടക്കാൻ തീരുമാനിച്ചു എന്ന് ജിസേൽ അപ്പോൾ അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ട്. അക്ബർ പറഞ്ഞത് ഇതാണ്, ഈ ഒരു ടോപ്പിക്ക് വീണ്ടും ഒനിയിൽ എടുത്തു കൊണ്ടുവരാണ്. ഈ ടോപ്പിക്ക്, ആ പൊതുപ്പിന്റെ ഇടയിലുള്ള ആ വിഷയം വീണ്ടും പലർക്കും സംശയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പലരും അത് വീണ്ടും എടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒനിയിൽ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ടോപ്പിക് സംസാരിച്ചിരുന്നു. അവിടെ ആര്യൻ കരയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. കരഞ്ഞിട്ടാണ് ആര്യൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഞാൻ നിന്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് നിനക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നൊക്കെ അക്ബർ പറയുമ്പോൾ ജിസേലിന് അത് കേൾക്കാനായിട്ട് താല്പര്യമില്ല. ഇനിയിപ്പോൾ അത് കഴിഞ്ഞു, അത് അവിടെ പൊക്കോട്ടെ, ഇനി ഞങ്ങൾ ബെഡ് മാറി കിടന്നു കഴിഞ്ഞാൽ എല്ലാവരും പ്രശ്നം തീർന്നില്ലേ, അതങ്ങ് പൊക്കോട്ടെ എന്ന് പറയാണ്. അപ്പോൾ ഒനിയിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ വഴിക്ക് അവിടെ ജിസേൽ പറയുന്നുണ്ട്, ഒനിയിലിനെ കുശുമ്പാണ്, എന്നെ കെയർ ചെയ്യാനായിട്ട് ആര്യനുണ്ട്, ആര്യനെ കെയർ ചെയ്യാനായിട്ട് ഞാനുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കണ്ടിട്ട് ഒനിയിലിനെ അസൂയാണ് ഞങ്ങളുടെ അടുത്ത്, അതാണ് ഒനിയിൽ അങ്ങനെ പറയുന്നത്. ഈ വീട്ടിൽ ഇപ്പൊ വേറെ ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ, എന്തിനാണ് അനുമോള് പറയുന്നില്ല, ആദിലനൂറ പറയുന്നില്ല, ആരും പറയുന്നില്ല, ഒനിയിൽ മാത്രം എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ജിസേൽ അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം ജിസേല് അക്ബർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ ഒനിയലിന്റെ അടുത്ത് പറയുന്നുണ്ട്. അക്ബർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അതിലെ എരിപിരി കയറ്റിയിട്ടാണ് ജിസേൽ അവിടെ പറയുന്നത്. അതായത് ഒനിയലിന്റെ അടുത്ത് ഈ വിഷയം ചോദിച്ചിട്ട് വഴക്കിടാനായിട്ട് അക്ബർ പറഞ്ഞു എന്നാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അക്ബർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വീണ്ടും ഈ ടോപ്പിക് ഈ വീട്ടിൽ വന്ന് ഒരു ചീത്ത പേര് വരാനും മോശപ്പേര് വരാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ സമയത്ത് ഇനി ബെഡ് മാറിക്കിടന്നു കഴിഞ്ഞാൽ ഒനിയിൽ പറയുക ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ മാറിക്കിടന്നു എന്നുള്ളതായിരിക്കും, അപ്പം അവർ പറഞ്ഞത് ശരിയാണെന്ന് വരും എന്നൊക്കെയുള്ള ഒരു ഉപദേശം മാത്രം അക്ബറോട് കൊടുത്തത്. അല്ലാതെ ഒരിക്കൽ പോലും ഒനിയലിന്റെ അടുത്തത് പോയി ചോദിച്ചു വഴക്കുണ്ടാക്ക്, ഒനിയലിനെ മറുപടി കൊടുക്കുക എന്നൊന്നും അവിടെ അക്ബർ പറഞ്ഞതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. പക്ഷേ അവിടെ ആര്യനുണ്ട്,
ജിസേലുണ്ട്, ഒനീലുണ്ട്, ഇവരെല്ലാവരും കൂടി പാതിരാത്രി നിന്ന് സംസാരിക്കുമ്പോൾ അവർ കുറ്റം പറയുന്നത് മുഴുവൻ അക്ബറിനെയാണ്. അക്ബർ ഇത് വലിയ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒനീലുമായിട്ട് ഞാൻ വഴക്കിടാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ഒനീലിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിസേൽ അവിടെ ഒനീലിൻ്റെ അടുത്ത് സംസാരിച്ചു. പക്ഷേ എന്തുകൊണ്ട് ഒനീൽ ഇത് അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഒനീൽ ഈ കാര്യങ്ങൾ മുഴുവൻ അക്ബറിൻ്റെ അടുത്ത് സംസാരിച്ചതാണ്. അക്ബറിൻ്റെ അടുത്ത് ഇത് സംസാരിക്കുന്ന സമയത്ത് അക്ബർ പറഞ്ഞു ഒനീലിൻ്റെ അടുത്ത്, നിനക്കിത് വെറുതെ തോന്നണ്ടാ, ഇങ്ങനെയൊന്നുമില്ല, അവർ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞപ്പോൾ ഒനീൽ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കത് അറിയാം, നീ അങ്ങനെ പറയണ്ട, വിഷയമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാൻ പറയുന്നതെന്നൊക്കെ ഒനീൽ പറഞ്ഞപ്പോൾ അക്ബർ അതിനെ പൂർണ്ണമായിട്ട് എതിർത്തിട്ട് ഈ പറയുന്ന ജിസേലിനും ആര്യനും വേണ്ടി സംസാരിച്ച വ്യക്തിയാണ് അക്ബർ ഒനീലിന്റെ അടുത്ത് എതിർത്ത് പറഞ്ഞിട്ട്, ഇല്ലടാ അവർ തമ്മിൽ അങ്ങനെയൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, അവർ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്, നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ജിസേലിന് വേണ്ടി വാദിച്ച വ്യക്തിയാണ് അക്ബർ. ഈ അക്ബറിനെ കുറിച്ചാണ് ഒനീലിന്റെ അടുത്തിരുന്നിട്ട് ഇത്രയും മോശമായിട്ട് അവിടെ പറഞ്ഞത്. സത്യമാണ് എന്നുള്ളതുകൊണ്ട്, അതായത് ഒനീൽ ഇത് അക്ബറിന്റെ അടുത്ത് സംസാരിച്ചു എന്നുള്ള സത്യമാണ് എന്നുള്ളതുകൊണ്ട് ഒനീൽ അക്ബറിന്റെ അടുത്ത് ഈ ഒരു ടോപ്പിക് പറഞ്ഞിട്ട് വഴക്കിടാനായിട്ട് പോകുന്നത് നമ്മൾ ആരും കണ്ടില്ല. ഇന്നിപ്പോ ലൈവില് വീണ്ടും ഈ ഒരു ടോപ്പിക് ഷാനവാസിന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്ന വിഷം ചീറ്റുന്ന ജിസേൽ എന്ന് പറയേണ്ടി വരും. എന്താ വെച്ച് കഴിഞ്ഞാൽ വിഷമാണ് ഇപ്പോൾ ചീറ്റിക്കൊണ്ടിരിക്കുന്നത്, തമ്മിലടിപ്പിച്ചുകൊണ്ട് വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ജിസേൽ വന്നിരുന്നിട്ട് വീണ്ടും ഈ ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ അക്ബർ ഞങ്ങളെ കുറിച്ച് അനാവശ്യം പറയുന്നു, ഒനീലായിട്ട് വഴക്കിടാനായിട്ട് പറഞ്ഞു, മോശമായിട്ട് ഞങ്ങളെ കുറിച്ച് വീണ്ടും സംസാരിച്ച് എന്റെ ചെവിയിലേക്ക് ഇത് എത്തിക്കാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നേക്കാൾ ഭേദം ഷാനവാസ് ആണ് എന്ന് ഞാൻ പറഞ്ഞു, ഫ്രണ്ടായിട്ട് കൂട്ടാൻ പറ്റിയത് ഷാനവാസാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന്. അങ്ങനെ ഒരു വാക്ക്, ഷാനവാസ് എന്നുള്ളൊരു പേര് പോലും അവിടെ പറഞ്ഞിട്ടില്ല ജിസേല് അക്ബറിന്റെ അടുത്ത്. എന്നിട്ടാണ് ഇവിടെ ഇരുന്നിട്ട് ഷാനവാസിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇരുന്ന് പറയുന്നത്, ഞാൻ ഷാനവാസാണ് ഇതിനേക്കാൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഞാൻ അക്ബറിനോട് പറഞ്ഞു എന്നൊരു കാര്യം ജിസേൽ അവിടെ ഇരുന്ന് പറയുന്നത്. അക്ബർ തമ്മിൽ തല്ലിക്കാൻ നോക്കാണ്. അക്ബർ അനാവശ്യം പറയുന്നു, ഞങ്ങൾ ഒനീലായിട്ട് വഴക്കിടാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന ഷാനവാസായിട്ട് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അക്ബർ കളിക്കുകയാണ് എന്നൊക്കെ. അപ്പോൾ ഷാനവാസും അക്ബറും ഓൾറെഡി ശത്രുക്കളാണെന്ന് അറിയാലോ. അവർ ഗെയിമിന്റെ ഭാഗമായിട്ട് നല്ല ശത്രുക്കളാണ്, പക്ഷെ അല്ലാത്ത സമയത്ത് അവർ പരസ്പരം നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷേ ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് ശവൻ തീനി കഴുകുന്നാണ് ഷാനവാസ് അക്ബറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജിസേലിന്റെ വർത്താനം കേട്ടിട്ട് ഷാനവാസ് അവിടെ ചോദിക്കുന്നുണ്ട്, ഞാൻ എത്ര അനുഭവിച്ചിട്ടുള്ളതാണ്, അവൻ വെറും ശവന്തീനിയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, അവൻ ഇപ്പോൾ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ, അവൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്, കഴുകനാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ജിസേല് മനസ്സിലായില്ലേ, മുമ്പേ തന്നെ ഇത് തിരുത്തേണ്ടതല്ലായിരുന്നു എന്നൊക്കെ അവിടെ ഷാനവാസ് ജിസേലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിസേൽ ശരിയാണ്, ഞാനാണ് തിരുത്താതിരുന്നത്, അമ്മ ഒന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ബെഡ് മാറി കിടക്കാൻ വരെ തീരുമാനിച്ചു, അതിന് മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അക്ബറിനെതിരെ ഇപ്പൊ രണ്ടുപേരെ തിരിച്ചിരിക്കുകയാണ്, ഒനീലിനെയും ഷാനവാസിനെയും. അക്ബറിന്റെ അടുത്തേക്ക് തമ്മി തെല്ലിച്ച് അല്ലെങ്കിൽ ആട്ടിൻകുട്ടികളെ തമ്മിൽ മുട്ടനാടുകളെ തമ്മിൽ അടുപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന പരിപാടിയില്ലേ, ആ പരിപാടിയാണ് ഇപ്പൊ ജിസേൽ അവിടെ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഇപ്പൊ അനുമോളുടെ അടുത്ത്, ആദിലയുടെ അടുത്ത്, നൂറയുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്. പക്ഷേ എപ്പോ വേണമെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു കൊത്താവുന്ന അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്താവുന്ന ഒരു വ്യക്തി മാത്രമാണ് ഈ പറയുന്ന ജിസേൽ. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അക്ബർ എന്ന് പറയുന്നത്. അക്ബർ ജിസേലിന്റെ കൂടെ അതുപോലെ ഒരുമിച്ച് നിന്നൊരു വ്യക്തിയാണ്. അത്രയും ഫ്രണ്ട്സ് ആയിട്ട് ജിസേലിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആ വീട്ടിലെ അക്ബറാണെന്ന്. അക്ബർ ആ പൊതുപ്പിന്റെ വിഷയവും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അതുപോലെ എതിർത്ത് അവർക്ക് വേണ്ടി സംസാരിച്ച ഏക വ്യക്തി എന്ന് പറയുന്നത് അക്ബറാണ്. ആ അക്ബറിനെ കുറിച്ചാണ് ഇപ്പോൾ ഇത്രയും മോശമായിട്ട് അല്ലെങ്കിൽ അക്ബറിനെതിരെ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും തിരിക്കുന്നത് അവിടെ ജിസേല്. അപ്പൊ ഈ ജിസേലിനെ എന്ത് ഇതിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ജിസേലിന്റെ ആകപ്പാടെ കൂടിയുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹ്യൂമാനിറ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആലു പൊറോട്ട ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്യും. ഇത് വേറൊന്നുമല്ല, ആരും അവളെ നോമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രം. പക്ഷേ ഇതുപോലെയൊക്കെ കൊടുത്തിട്ടും ജയിലിലേക്ക് ഒരു തവണ അവിടെ അക്ബർ നോമിനേറ്റ് ചെയ്തു. അതിന്റെ വൈരാഗ്യം ഇപ്പോഴും ജിസേലിന്റെ മനസ്സിലുണ്ട്. പക്ഷേ അപ്പോഴും അക്ബർ ഒരു തവണ പറഞ്ഞൊരു കാര്യമുണ്ട്, അയ്യോ ഇനി ഞാൻ അവളെ നോമിനേറ്റ് ചെയ്യാനില്ലേ, ഒന്നിനും നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ കരച്ചിലും പിരിച്ചിലും ഈ സൗര്യക്കേടൊക്കെ ഞാൻ കേൾക്കേണ്ടി വരുന്നു പറഞ്ഞിട്ട്. അപ്പോഴും അങ്ങനെ ചിന്തിച്ച ഒരു അക്ബറിനെതിരെയാണ് ജിസേൽ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വൃത്തികെട്ട ഗെയിമാണ് ജിസേൽ ഇപ്പൊ കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. വെറും വിഷം ചീറ്റുന്ന ഒരു പാമ്പ്, അത്ര വിഷപ്പാമ്പായിട്ട് ഇപ്പൊ ജിസേൽ മാറിയിരിക്കുകയാണ്. ജിസേൽ ഭയങ്കര ഹ്യൂമാനിറ്റിയാണ്, ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ അടുത്തുനിന്നൊക്കെ കാണിച്ചുകൊണ്ട് വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജിസേൽ എന്ന് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ആ വീട്ടിലെ ഏറ്റവും ഫേക്ക് പേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാതെ ജിസേലാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്.
ഇപ്പോഴും ഞാൻ പറയുന്നു ആ വീട്ടിലെ ഏറ്റവും ഫേക്ക് പേഴ്സൺ എന്ന് പറയുന്നത് ജിസേൽ തന്നെയാണെന്ന്. ജിസേലിന്റെ ഇപ്പോൾ അവിടുത്തെ ഒരു വൃത്തികെട്ട കളി അല്ലെങ്കിൽ വൃത്തികെട്ട ഗെയിമാണ് ജിസേൽ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. അത് എത്ര പേർക്ക് അവിടെ മനസ്സിലാവും എന്നറിയില്ല. കാണുന്ന പ്രേക്ഷകരായി നമുക്ക് ഇപ്പം അത് മനസ്സിലാവുന്നുണ്ട്. അല്ല, മുമ്പ് എനിക്കത് തോന്നിയിട്ടുണ്ട് ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പം അത് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കിയിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മുടെ ലക്ഷ്മിയുടെ ഭർത്താവ് ഇപ്പൊ വീണ്ടും ഒരു വീഡിയോയുമായി വന്നിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞപ്പോൾ പാവം തോന്നുന്നു കേട്ടോ. ആ മോൻ ഡ്രസ്സൊക്കെ മാറി സുന്ദര കുട്ടനായിട്ട് ലക്ഷ്മിനെ കാണാൻ വേണ്ടി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ലക്ഷ്മിയുടെ ഹസ്ബൻഡ്. എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ലക്ഷ്മിയെ ഒരു സ്ഥലത്ത് പോലും ഇട്ടുകൊടുക്കാതെ അവിടെ ചേർത്ത് നിർത്തുന്നു. അവർ തമ്മിൽ ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ലക്ഷ്മി ഭർത്താവിനെ കുറിച്ച് ഒന്നും തന്നെ നമ്മൾ പറയുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഭർത്താവ് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയിട്ടില്ല, ഡിവോഴ്സ് പെറ്റീഷൻ പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങളെക്കുറിച്ച് ഒരുപാട് പേര് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവിടെ പറയുന്നത്. ലക്ഷ്മിക്ക് എതിരെ സംസാരിച്ച ഒനിയലിന്റെ മമ്മി എയർപോർട്ടിൽ വെച്ചിട്ട് ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഷേക്കൻഡ് പോലും കൊടുക്കാതെ ഭർത്താവിന്റെ അടുത്തുനിന്ന് പോകുന്നതാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ മോശമായിട്ട് ലക്ഷ്മിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ ഒനിയലിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ ദേഷ്യത്തിന്റെ പേരിൽ ആ ഒരു കാര്യം ഇവിടെ ഹസ്ബൻഡ് എടുത്ത് പറയുന്നുണ്ട്. ഒനിയലിന്റെ മമ്മി ഇപ്പോ ലക്ഷ്മിയും നിങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? മോനെ കുറിച്ച് അപവാദം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത്രയും കലി പൂണ്ടത്. ഇപ്പോ ലക്ഷ്മിയെ കുറിച്ച് നിങ്ങൾ പറയുന്നതും അപവാദമല്ലേ എന്നാണ് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നത്. ഇത് മോശപ്പെട്ട ഒരു കാര്യമാണ്, നടക്കാത്ത കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. ഇതിനെ നിങ്ങൾ ക്ഷമ ചോദിക്കണം എന്നൊരു കാര്യം അവിടെ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത്, നമ്മൾ ബിഗ് ബോസ് വീടിനുള്ളിൽ വന്ന സമയത്ത്, കഴിഞ്ഞ സീസണിലൊക്കെ വന്ന സമയത്ത് ഡൈവോഴ്സ് ആയിട്ടുള്ള ആ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവർ മുൻ ബന്ധങ്ങളുണ്ടായിരുന്നവരൊക്കെ തന്നെ അവരുടെ ഭാര്യമാരെ കുറിച്ച് അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം വളരെ മോശമായിട്ട് വീഡിയോകൾ ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അവിടെ ബിഗ് ബോസിനുള്ളിൽ അവർ ഇത്തിരി അങ്ങോട്ട് പേരെടുത്ത് കഴിയുമ്പോൾ അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് പറയും, അവൾ ഇത്രയും മോശക്കാരിയാണ്, അവളെന്നെ ചതിച്ചതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് അവരെ കുറിച്ച് വീഡിയോ ചെയ്യും. പക്ഷെ നേരെ തിരിച്ച് ഇവര് തമ്മിലിപ്പോ ഒരുമിച്ചല്ല ലൈഫ് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് അവിടെ ലക്ഷ്മിയെ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ ലക്ഷ്മിക്കെതിരെ ഒരു മോശപ്പെട്ട വാക്ക് പോലും പറയാതെ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് കാണാനായിട്ട് നമുക്ക് സാധിച്ചത്. എനിക്ക് അതിൽ ഭയങ്കര റെസ്പെക്ട് തോന്നി. എന്തൊക്കെ പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ടെങ്കിലും ആ കുഞ്ഞിന് വേണ്ടി വാദിക്കുന്നു, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി വാദിക്കുന്നു. ഇനിയിപ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കോ ഇല്ല എന്നൊന്നും നമുക്കറിയാവുന്ന കാര്യമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സ്ഥലത്ത് പോലും ഇട്ടുകൊടുക്കാതെ സംസാരിക്കുന്ന ആ ഹസ്ബൻഡിനോട് എനിക്ക് തീർച്ചയായും റെസ്പെക്ട് തോന്നി. പക്ഷേ ആ പാവം കൊച്ചിനകത്തേക്ക് കയറ്റി വിടാഞ്ഞത് വളരെ മോശമായി ബിഗ് ബോസ്, വളരെ മോശം. ആ കുട്ടി ഒരുങ്ങി സുന്ദരനായിട്ട് എന്ത് രസമായിട്ട് ക്യൂട്ടായിട്ടാണ് ആ കുട്ടി അവിടെ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ വരാനായിട്ട് ഒരുങ്ങിയിരുന്നിരുന്നത്. എന്നിട്ട് ഭർത്താവിന്റെ കൺസേൺ ഇല്ലാതെ വരാൻ പറ്റില്ല, അകത്തേക്ക് കയറ്റി വിടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഭർത്താവ് അവിടെ അനുവാദം കൊടുത്തിട്ടും ബിഗ് ബോസ് അവിടെ കയറ്റി വിട്ടില്ല. ഭയങ്കര മോശമായിപ്പോയി ആ കുട്ടിയുടെ അടുത്ത് ചെയ്തത്. അത് ഭയങ്കര സങ്കടമാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ആ വീഡിയോയിൽ ആ കുടിച്ചിങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഇത്രയും നല്ല രസത്തിൽ അവൻ ഇരിക്കുന്നത് കണ്ടിട്ട് അവനെ കയറാൻ പറ്റിയില്ല. ഒരു കൊച്ചു കുട്ടിയല്ലായിരുന്നു അത്. എന്താണ് അതുമൂലം പ്രശ്നം ഉണ്ടാവാനായിട്ട് പോകുന്നത്? ഭർത്താവിന് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയിട്ടാണോ എന്ന് വിചാരിക്കാനായിട്ട് അവിടെ ഭർത്താവ് തന്നെ അറിയിച്ചല്ലോ എനിക്കൊരു പ്രോബ്ലം ഇല്ലാന്ന്. വേണ്ടിയിരുന്നില്ല ബിഗ് ബോസ്, അത് ആ കൊച്ചിനെയും കൂടെ അവിടെ കയറ്റായിരുന്നു. അത്രയും ആഗ്രഹിച്ച ആ മോൻ അവിടെ വന്നതല്ലായിരുന്നു. അത് ചെയ്തത് ഭയങ്കര മോശമായി പോയി എന്നെനിക്ക് തോന്നി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ ബൈ.